കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ നാട് ഏറെ ഞെട്ടലിലാണ്. ഏറെ നടുക്കത്തോടു കൂടി തന്നെയാണ് നാടിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടി നമ്മളോടൊപ്പം കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. എന്താണെന്ന് ഉണ്ടായതെന്ന് ചോദിച്ചറിയാം. ആദ്യം തന്നെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഓക്കെ ആയിട്ടില്ല. എനിക്ക് നല്ല പെയിനുണ്ട്. ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. റെഡിയാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 11-ാം തീയതി ഏകദേശം ഒരു രാത്രി 1 മണിയോട് അടുത്തിട്ടാണ് പുള്ളീനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് വഴക്ക് സ്റ്റാർട്ടായത്. സ്ത്രീധനം കുറഞ്ഞുപോയി, പുള്ളിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്, ഒരു കാറ് അതുപോലെ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി അന്ന് സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അന്ന് രാവിലെ തന്നെ പുള്ളിയും അമ്മയായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ട് അവരെന്തൊക്കെയോ ഒന്ന് സംസാരിച്ചായിരുന്നു. അതിൽ ഞാൻ ഇൻവോൾവ്ഡ് അല്ല. അപ്പോൾ അന്ന് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു അമ്മയായിട്ട് എന്താ സംസാരിച്ചതെന്ന്. അപ്പോൾ നീ അത് അറിയണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് രാത്രി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആൾ കഴിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് എന്തോ ഒരു വലിയൊരു സാധനം പുള്ളി കഴിച്ചിട്ടുണ്ട്. നോർമൽ അല്ലായിരുന്നു ആൾ. അപ്പോൾ ബീച്ചിൽ വെച്ചിട്ട് അമ്മയുടെ പേരും പറഞ്ഞ് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു. എന്നിട്ട് പുള്ളി ഡോർ ലോക്ക് ചെയ്തിട്ട് ഈ ഒരു കാര്യം എടുത്തിടുകയായിരുന്നു, സ്ത്രീധനത്തിൻ്റെ കാര്യം എടുത്തിടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടല്ലേ മാരേജ് പ്രൊസീഡ് ചെയ്തത്. എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും ഇത്രയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ക്ലാരിറ്റി അതിൽ തന്നിട്ടാണല്ലോ നമ്മളിത് പ്രൊസീഡ് ചെയ്തത്. ഇപ്പോഴെന്തിനാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഞാനും ചോദിച്ചായിരുന്നു. പുള്ളി പറയുന്നത് പുള്ളി അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്, എനിക്കത് എപ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ തർക്കം വന്നു. അപ്പോൾ ആദ്യം എന്നെ കാരണത്തെ അടിക്കുകയാണ് ചെയ്തത്. കാരണത്തെ അടിച്ചു. പിന്നെ കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലക്ക് ഒരു 3 ഇടിയങ്ങൾ തന്നിട്ടുണ്ട് ബാക്കിൽ. പിന്നെ കൈമുഷ്ടി വെച്ചിട്ട് നെറ്റിയുടെ ഇവിടെ അത്യാവശ്യം നല്ല മുഴയുണ്ടായിരുന്നു. ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് എന്നെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് ഞാൻ നിന്നെ കൊല്ലും, എനിക്ക് തിരിച്ചു വേണം, കൊല്ലും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലെഫ്റ്റ് കൈ എനിക്കിവിടെ കിട്ടി. ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചതുകൊണ്ട് ഞാൻ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് എണീറ്റ് ഞാൻ ഓടാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ പുറകെ വന്നിട്ട് എന്നെ വലിച്ചു ബെഡിലേക്ക് ഇട്ടു. ബെൽറ്റ് വെച്ചിട്ട് പുറത്തടിച്ചു. പിന്നെ അതിനുശേഷം എന്നെ മലത്തി കിടത്തിയിട്ട് പുള്ളിയുടെ നഖം വെച്ചിട്ട് എൻ്റെ ചുണ്ടിങ്ങനെ മലത്തിയിട്ട് അവിടെ പ്രസ് ചെയ്തു. അത് മേലെയും അതുപോലെ ചെയ്തു, കഴുത്തിലും അതുപോലെ പ്രസ് ചെയ്തു. കഴുത്ത് ഇങ്ങനെ അമർത്തി കൊല്ലാൻ ശ്രമിച്ചു. ലാസ്റ്റ് പുള്ളി അടിച്ചത് എവിടെയാണ്. അപ്പോൾ ചെറുതായിട്ട് എൻ്റെ ഒരു ബാലൻസ് തെറ്റിയായിരുന്നു. പുള്ളിയുടെ റിങ്ങോ അങ്ങനെ എന്തോ കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നഖമാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അതിപ്പോൾ ക്ലോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നു. ആ സമയത്ത് എൻ്റെ ബോധവും പോയായിരുന്നു. പിന്നെ ബോധം വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, അവിടെ കോഴിക്കോടുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ സമയത്ത് പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട് രാജേഷും കൂടെ ഉണ്ടായിരുന്നു. മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ രാഹുൽ. അതിലും നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ടോ? മദ്യപാനത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതായാണോ സംശയിക്കുന്നത്? അതായത് ഞാൻ കഴിച്ചിട്ട് വരാമെന്നുള്ള രീതിയിലാണ്. അതായത് അവിടെ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെ ആക്കിയിട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത് ആ ഫംഗ്ഷൻ്റെ സമയത്ത്. എന്നിട്ട് അപ്പോൾ പോയ രാഹുലല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ആകെ കണ്ണൊക്കെ ഭയങ്കര ഒരു റെഡിഷായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു പോയ ആളല്ല, പക്ഷെ നോർമൽ ആ ഒരു ഇതായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം തന്നെ എനിക്ക് അപ്പം ഞാൻ ആദ്യം സംശയിക്കുന്നത് മദ്യമാണ് കഴിച്ചേക്കണം എന്നുള്ളതാണ്. അതിലെനിക്ക് ഇപ്പോഴും സംശയമുണ്ട് മദ്യമല്ല അത് കഴിച്ചേക്കണം. കാരണം അതിനുശേഷം നമ്മളൊരു ലോങ് ഡ്രൈവ് നടത്തിയായിരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, ഡ്രൈവ് ചെയ്യേണ്ട. പുള്ളി അത് വിസമ്മതിച്ച് പുള്ളിക്ക് ബീച്ചിൽ പോയേ പറ്റൂ. അങ്ങനെ ബീച്ചിൽ പോയി. പക്ഷേ ഒരു ചെറുതായിട്ട് രീതിയിൽ പോലും ബൈക്ക് സ്കിഡായില്ല. അത്ര സ്ട്രോങ് അല്ലെങ്കിൽ അത്ര പവർഫുള്ളായിട്ടാണ് പുള്ളി ആ സമയത്ത് നിന്നത് അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു എന്തോ ഒരു സ്ട്രോങ് ആക്കുന്ന രീതിയിൽ എന്തോ ഒരു മെയിനായിട്ടൊരു സാധനം പുള്ളി ഒന്ന് കഴിച്ചിട്ടുണ്ട്, മദ്യത്തിനേൽ മേലെ എന്തോ കഴിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയായിരുന്നു സംസാരിച്ചത്. വീട്ടിൽ വന്നതിന് ശേഷമാണോ ഇയാളുടെ പെരുമാറ്റം മാറിയത്? വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ സ്ത്രീധനത്തിൻ്റെ കാര്യം, ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി മൊത്തത്തിൽ മാറുന്നത്. സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് തർക്കം ഉണ്ടാവുന്നത്. ഇപ്പോൾ അന്ന് ആ ഒരു ദിവസം മാത്രമാണ് ഇങ്ങനെ മർദ്ദനം ഉണ്ടായത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആ ഒരു തുടക്ക ദിവസങ്ങളിലൊക്കെ ഇത്തരം പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉള്ളതായൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നോ?
ഇല്ല, ആ ഒരു ദിവസം മാത്രമേ എന്നെ മർദ്ദിച്ചിട്ടുള്ളൂ. അതിന് മുന്നേ വരെ മർദ്ദനോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. വളരെ നോർമലായിട്ട് തന്നെയാണ് പുള്ളി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള പുള്ളിയുടെ അമ്മയും അനിയത്തിയും ഞാൻ ചെന്ന ആ ഒരു ദിവസം മുതലേ തന്നെ ഇവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത്. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യം, എൻ്റെ മകന് സ്ത്രീധനം പോരാ എന്നുള്ള രീതിയിൽ അമ്മയും അനിയത്തിയും സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ ഭയങ്കര മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു. അത് ഞാൻ രാഹുലിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞ കാര്യം. അത് രാഹുൽ ചോദിച്ചു. അന്നേ ദിവസമാണ് ഇവർ രണ്ടുപേരും കൂടി ഡോർ ലോക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ ഡിസ്കഷനൊക്കെ ചെയ്ത് രാത്രിയാണ് എന്നെ മർദ്ദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം, ഇന്നേ വരെ കാണാത്ത രാഹുലിനെ ഞാൻ അന്ന് കണ്ടു. ആ സമയത്ത് ഈ അമ്മയും സഹോദരിയൊന്നും ഇടപെട്ടില്ല ഈ മർദ്ദിക്കുന്ന സമയത്ത്? ഒന്നാമത്തെ റൂം അപ്സ്റ്റെയറിലാണ്, ഇവർ താഴെയാണ്. അപ്പം എൻ്റെ ബലമായ ഒരു സംശയം ഇവർ അറിഞ്ഞിട്ടും അതിൽ ഇടപെടാത്തതാണെന്നാണ്. കാരണം മർദ്ദിക്കുന്ന സമയത്ത് ആരോ സ്റ്റെയർ കയറി വരുന്ന ഒരു സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു. അപ്പം ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട്, ആരോ കയറി വരുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കല്ലേ, ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ആ സൗണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരറിഞ്ഞിട്ടും, കാരണം അത്രയും സൗണ്ടിലാണ് ഞാൻ കരഞ്ഞത്. പിന്നെ തൊട്ടടുത്ത റൂമിൽ പുള്ളിയുടെ ഫ്രണ്ട് രാജേഷ്, പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് വരേണ്ടതാണ്, പക്ഷെ ആരും ആ സമയത്തൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല എന്നെ. എങ്ങനെയായിരുന്നു നിങ്ങൾ പരിചയപ്പെട്ടിരുന്നത്? ഓൺലൈൻ വഴിയാണോ, മാട്രിമോണി വഴിയായിരുന്നോ പരിചയപ്പെട്ടിരുന്നത്? ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സ്ത്രീധനത്തിൻ്റെ ആവശ്യം പറയുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു സ്ത്രീധനത്തിൻ്റെ ആവശ്യം ഇയാൾ പറയുകയോ അല്ലെങ്കിൽ ഇയാളുടെ കുടുംബം പറയുകയുണ്ടായോ? നമ്മൾ പരിചയപ്പെട്ടത് മാട്രിമോണി വഴിയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും കുറച്ച് മുൻകോപം ഉണ്ടായിരുന്നു ആൾക്ക്, ദേഷ്യം. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്. സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ചർച്ച ഉണ്ടായില്ല. ഇങ്ങനെ തമാശ രൂപേണ എനിക്കൊരു കാറ് കിട്ടുമോ എന്നുള്ള രീതിയിൽ തമാശ രൂപേണ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചിരിച്ചിട്ട്. പക്ഷെ ഞാനത് തമാശ രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്, അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനിതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ സീരിയസ് ആയിട്ട് ചോദിച്ചതായിരുന്നു അല്ലേ പുള്ളി എന്നുള്ള രീതിയിൽ. ആക്ച്വലി അത് തമാശ രൂപയാണ് എന്നോട് അന്ന് ചോദിച്ചത്. അല്ലാണ്ട് പിന്നെ ഇവിടെ വീട്ടിൽ വന്നും അച്ഛനും അവരുടെ ഫാമിലി എല്ലാവരുമായിട്ട് നമ്മൾ ഈ സ്വർണത്തിൻ്റെ പേരിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ ആണ്, നമുക്ക് പെൺകുട്ടി മതി, പെൺകുട്ടിയാണ് ഇമ്പോർട്ടൻസ്. അതെല്ലാം അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് അത് പ്രൊസീഡ് ചെയ്തത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? പരാതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എൻ്റെ ചാർജറിൻ്റെ കേബിൾ വെച്ച് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വധശ്രമത്തിന് കേസെടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നെ കൊല്ലാൻ തന്നെയാണ് പുള്ളി അതിൽ ശ്രമിച്ചേക്കുന്നത്. കൊല്ലും തന്നെ പറഞ്ഞിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പുള്ളിയായിട്ടുള്ള ലൈഫ്. കാരണം എന്തായാലും എന്നെ കൊല്ലും.